പോയി. കാലുപിടുത്തത്തെ പറ്റി കേട്ടിട്ടുണ്ട്, കാലുപിടുത്തം കണ്ടിട്ടുണ്ട്. പക്ഷെ കാല് കൈ വെച്ചോണ്ട് നിൽക്കുന്ന രണ്ട് കോന്തന്മാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. തെറിയാടാ, വാടകക്കാലാണ്. നാടകത്തിലെ വേതാളത്തിന് ഉപയോഗിക്കേണ്ട കാലാണ്. കാറ് വീണോ തകർന്നു, ഇനി ഇത് എറിഞ്ഞും കൂടി തകർക്കാതെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അലക്സൂട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എടുക്കണത് ഭദ്രമായിട്ടാണ് ഇതെടുത്ത് കാറിന്റെ അടിയിൽ തിരികെ വെച്ചത്. അതാണ് ടെസ്റ്റിംഗ്. എന്ത് കാലോ? അല്ലടോ, നിങ്ങളിൽ ആർക്കൊക്കെ ജാക്കി വെക്കാൻ അറിയാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്ന് വെളുപ്പിനെ വന്ന് ഈ കാറ് ജാക്കി വെച്ച് പൊക്കാൻ പറഞ്ഞു. ആരാടാ ജാക്കി വെച്ചത്? ഞങ്ങൾക്കൂടെ പണി കൂടില്ല, അതുകൊണ്ടാ പയ്യനെ ഏൽപ്പിച്ചത്. അയ്യോടാ, പണി പഠിക്കാൻ വന്ന് ഈ പഞ്ഞി പയ്യനെ കൊണ്ട് ആദ്യം ജാക്കി തന്നെ വെപ്പിക്കണോടാ. എന്റെ സ്വന്തം കാലായിരുന്നെങ്കിലോ ഞങ്ങളത് ആഘോഷിച്ചേനെ. അതെ, വണ്ടികളൊക്കെ അവിടെ ഇട്ടേരെ. നാളെ വൈകുന്നേരം വന്ന് കൊണ്ടുപോവാ. ശരി. ഈ വർക്ക്ഷോപ്പിലെ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്വന്തം സ്ഥാപനമാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതെ. അല്ല, നാളെ വൈകുന്നേരത്തിനകം ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും? വളരെ ബുദ്ധിമുട്ടാണത്. ഹാർഡ് വർക്ക് ചെയ്യണം. വെറുതെ ശമ്പളം വാങ്ങിച്ച് വെറുതെ ഇരുന്നാ പോരാ. പകല് മുഴുവൻ ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സലും. സ്വസ്ഥമായിട്ടൊന്ന് വണ്ടിയുടെ അടി കിടന്ന് ജോലിയാന്ന് വെച്ചാൽ കാല് വാരാൻ കുറെ കാലമാണ്. അതെ, കാലുവാരലൊന്നും നടക്കില്ല. അതിനു വേണ്ടിയുള്ള ഒരു കൊളാബറേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാലുവാരി പോലും. കാലുവാരാൻ ഒരുത്തി കുറ്റിയും പറിച്ച് പോയിട്ടുണ്ട് വീട്ടിലോട്ട്. ആര്? നാടക നടി കൊട്ടാരക്കര കോമളം. ഓ, വീട്ടിലോട്ട് ചെല്ല ആരിയും. എടി സോണി, നിനക്ക് ആ മേശപ്പുറത്തെങ്ങാനും പോയിരുന്ന് കഴിച്ചുകൂടായോ? ഹോ, എനിക്ക് വയ്യ. ഇത് അവളായിരിക്കോ കൊട്ടാരക്കര കോമളം? ഈ ഇച്ചാച്ചൻ എവിടെ പോയി കിടക്കുക? ഞാൻ ഫോൺ എടുത്ത് മടുത്തു. നീ അവിടെ ഇരിക്കെ, ഞാൻ പോയി അവളോട് 4 വർത്താനം പറഞ്ഞിട്ട് വരട്ടെ. അവന്റെ ഒരു നാടകവും നാടകക്കാരി. ഹലോ, ആരാ? ഞാൻ നാടക ആർട്ടിസ്റ്റ് കോമളം. അലക്സേട്ടന്റെ മദർ അല്ലേ? അലക്സേട്ടന്റെ മദർ അല്ലേ? ശബ്ദം കേട്ടിട്ട് എന്താ ഫാദർ ആണെന്ന് തോന്നിയോ? അയ്യോ, അലക്സേട്ടന്റെ അമ്മ തന്നെ. അമ്മയുടെ ഈ തമാശ അലക്സേട്ടനെ കിട്ടിയിരിക്കുന്നല്ലേ? ഇപ്പൊ കുട്ടിക്ക് എന്താ വേണ്ടേ? എനിക്ക് അലക്സേട്ടനെ വേണം. എന്താ? അലക്സേട്ടനെ വേണോന്നോ? അലക്സ് ഇവിടെ ഇല്ലാന്ന് നേരത്തെ വിളിച്ചപ്പോഴും സോണി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? അയ്യോ മദറെ, അത് എനിക്കൊന്നും കേക്കണ്ട. ഇനി മേലാൽ ഇങ്ങോട്ട് ഫോൺ ചെയ്തു പോകരുത്. ഇവറ്റയ്ക്കൊക്കെ മാനം മര്യാദയില്ലേ? അലക്സേട്ടൻ എന്തുവാടി ഇത്ര കിണിക്കാൻ? അല്ല, അമ്മയുടെ ഭാവാഭിനയം കൊള്ളാം. ഞാൻ ഇച്ചായനോട് പറയാം അമ്മയ്ക്ക് ഒരു റോൾ തരാൻ. ഓടി ഇവിടുന്ന് വീക്ക് കൊള്ളാതെ. അവനിങ്ങ് വരട്ടെ. അവന്റെ നാടകഭ്രാന്തി ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട്. എന്റെ ഈശോ, എന്തായാലും അവള് വീട്ടിൽ വന്നിട്ടില്ല. നാശം പിടിക്കാൻ. ഹലോ, അലക്സിയർ. അലക്സേട്ടനാണോ? അതെ. ഞാൻ എത്ര നേരമായിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട് അലക്സേട്ടാ. ഹലോ, പപ്പു മേസ്ത്രിയാണോ? എന്താ പപ്പു മേസ്ത്രി? മനസ്സിലായി. കോമള മേസ്ത്രി എന്താ പറയുന്നത്? ആണുങ്ങൾ സംസാരിക്കുമ്പോൾ നിനക്കെന്താ കാര്യം? അലക്സേട്ടാ? അല്ല, അയ്യോ, അവിടെ പറഞ്ഞല്ല കോമ അല്ല മേശ്രി. നമ്മുടെ MXW8844 ഇല്ലേ, അതിന്റെ ബോഡി മിസ്റ്റേക്ക് ആണ്. നാടകം കളിക്കുന്നേ? അമ്മയോട് പറയാം. അയ്യോ, ഈ ഉള്ളവളെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്റെ അലക്സേട്ടാ. അല്ല കോമളം, എന്റെ പേഴ്സ് എടുക്കരുത്. എന്റെ പേഴ്സ് എന്നെ ഒരു കള്ളിയായി മാത്രം കാണല്ലേ എന്റെ അലക്സേട്ടാ. 100 200 ഇച്ചായൻ എഞ്ചിനീയറിൽ വാങ്ങിക്കാനുള്ളതാ. അതവിടെ വെക്കേ. ഇതാ
ഇനിയെങ്കിലും ഒന്ന് ആരാടാ നിർത്തണ്ട, ഫോണില്? കോമളം. അയ്യോ, അമ്മ മേസ്ത്രി, കോമസ്ത്രീ. അല്ല അമ്മ, ഞാൻ മേസ്ത്രിയാ. അയ്യോ അലക്സേട്ടാ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് പേടിയാവുന്നു. എനിക്കും പേടിയുണ്ടടി. ഞാനേ അലക്സിന്റെ മദറാ. എടാ നിക്കണ അവിടെ കൊണ്ട നാടകക്കാരികളുടെ കൂടെ കൊഞ്ചാനപ്പുഴയിൽ നടക്കുന്ന ഒരുത്തൻ. ഇന്ന് നിർത്തിക്കണം നിന്റെ നാടകം കളി. ഗ്രേസിക്കുട്ടി, തലമുറ തലമുറകളായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം. അധികമാരും അറിയാൻ ഇടയില്ലെങ്കിലും അഭിനയ സാമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭവതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? ഛായ്, ലജ്ജാവഹം. അമ്മേ, ഞാൻ റിഹേഴ്സലിന് പോയിട്ട് വരട്ടെ. ഇത്രയായിട്ടും പണി പഠിച്ചില്ല, ഒന്ന് അമർത്തി തുടങ്ങിയോ. ആളല്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ മേസ്ത്രി? ഇത് അവളുടെ വണ്ടിയല്ലേ? എവളുടെ? ശകുന്തളയുടെ. കൊട്ടാരക്കര കോമളത്തിന്റെ. നമ്മുടെ അപ്സരസിന്റെ. എന്താ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് ഒന്നുമില്ല, ഒരു പോളിഷിംഗ് യോ, പോളിഷിംഗ് മാത്രം പോരാ. ഇന്ന് ഈ സാംസ് ഗാരാജിന്റെ, എന്റെ, പപ്പുമേശയുടെ, മമ്മൂഞ്ഞിന്റെ, പ്രേമന്റെ എല്ലാവരുടെയും ടെക്നിക്കൽ എക്സലൻസ് ഇതിൽ കാണിക്കണം. എടുത്ത് മാറ്റേ, അവിടുന്ന് മാറണോ? നീ ഇപ്പുറത്ത് വാ. ഇറങ്ങണം അവിടെ. തൊട്ടു വരുന്ന വണ്ടി പറയും. മെസ്സിരി, എറിയരുത്, എറിയരുത്. സോറി. Stupid. ഇതാണ് ശകുന്തള. ഇതാണ് ശകുന്തള. സോറി, മൈ മിസ്റ്റേക്ക്. അമ്മേ എന്റെ കഴുത്തേ, അവൻ എന്റെ കൈ കിട്ടിയ ഞാനവന് പൊടിച്ചു കളയും. അതിന് അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലോ. അതെ, അവൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. അച്ഛൻ ഇങ്ങി വരട്ടെ, ഇന്നത്തോടെ അവന്റെ വർക്ക്ഷോപ്പ് ഞാൻ പൂട്ടിച്ചേക്കാം. എന്താ എന്ത് പറ്റി എന്റെ ശ്രീമോക്ക്? ഒന്നുമില്ല, ബാത്റൂമിൽ കാല് തെറ്റി വീണതാ. മോൾക്ക് വലിയ വേദനയുണ്ടോ? എന്നാലും നമുക്കൊന്ന് എക്സ്റേ എടുപ്പിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. രണ്ടു നേരം ആവി പിടിച്ചാ മതി. അതിന് ഇവിടെ അടങ്ങിയിരിക്കണ്ടേ? പോ ലക്ഷ്മി എടുത്തി. അതൊക്കെ അച്ഛന്റെ മോൾ ഇരുന്നോളും, അല്ലേ മോളെ? എന്ത് ത്രില്ലിംഗ് ആണെന്നോ? അതെന്താ കയ്യില്? പിന്നെ എന്റെ കയ്യിലുണ്ട്. You fool! Sorry. അയ്യോ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോറി, സോറി. എന്റെ ടയറ് എനിക്ക് വച്ചിട്ടുണ്ട്.